ഹലോ എല്ലാവർക്കും ആർജെ വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 കിടിലൻ വർഷമായിരുന്നു. തരക്കേടില്ലാത്തൊരു വർഷമായിരുന്നത്. അപ്പോൾ ആ ഒരു വർഷം ഇപ്പോൾ അവസാനിക്കാനായിട്ട് പോവുകയാണ്. ഞാനൊരു 40നും 50നും ഇടയ്ക്ക് സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അഭിപ്രായവും ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. പലർക്കും ഭൂരിപക്ഷത്തിന് ഇഷ്ടപ്പെട്ട സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയിട്ടുണ്ട്. അതേപോലെ ഇഷ്ടപ്പെടാത്ത പടങ്ങളിൽ ചിലത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമായിട്ട് ഞാൻ ഈ ഒരു ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട്. എന്തായാലും 2024 കഴിഞ്ഞ് 2025 എന്നൊരു കിടിലൻ വർഷം. എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ കാണണമല്ലോ അല്ലേ? അപ്പം അങ്ങനൊരു കിടിലൻ വർഷം ആകും വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും 2024 ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസുകളെ കുറിച്ചിട്ട് പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് ഏതൊക്കെ സിനിമകളാണ് എനിക്ക് അമ്മാതിരി ഒരു എക്സ്പീരിയൻസ് നൽകിയത് എന്ന് പങ്കുവയ്ക്കാനായിട്ട്. അത് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതിനൊപ്പം നിങ്ങളുടെയും കൂടെ ഒരു അഭിപ്രായം പറയുക കേട്ടോ. നമുക്ക് പങ്കുവയ്ക്കാടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാം. 2024 നിങ്ങൾക്ക് കിട്ടിയ കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസുകൾ ഏതൊക്കെയാണ്? ഒരു 4-5 എണ്ണം പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഞാൻ പറയുന്നതുമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോ എന്നൊക്കെ അറിയാമല്ലോ. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പടങ്ങളൊക്കെ ഞാൻ ചിലപ്പം കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ് പറയും കേട്ടോ. അത് എനിക്കങ്ങനെ തോന്നിയതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് മഞ്ഞുമ്മൽ ബോയ്സ് ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ചത്. എനിക്ക് തോന്നുന്നു ജാനുവരിയിലാണ്, 2024 ജാനുവരിയിലാണ് സിനിമ റിലീസ് ചെയ്തത്. എനിക്ക് മാത്രമല്ല മിക്കവർക്കും അതൊരു പാൻ ഇന്ത്യൻ ഹിറ്റായിട്ട് മാറിയ സിനിമയാണ്. ഇപ്പം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി നിൽക്കുന്ന സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. അതേപോലെ തമിഴ്നാട്ടിലൊക്കെ വൻ ഹിറ്റായിരുന്നു. അവിടുത്തെ പടങ്ങളെയൊക്കെ മലത്തി അടിച്ചാണ് ഓടിയത്. അപ്പോൾ അതൊരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ആ ഒരു ഗുണ കേവിനകത്തുള്ള ആ ഒരു സീൻസൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഇപ്പോഴും നല്ല രീതിയിൽ മൈൻഡിൽ കിടപ്പുണ്ട്. ആ ഒരു ആകാംക്ഷയും കൗതുകമൊക്കെ വെച്ച് നമ്മൾ സംഭവം കണ്ടത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വേറെ ലെവലായിരുന്നു. അതിൻ്റെ വിഷ്വലൈസേഷൻ ആയാലും ആർട്ട് വർക്ക് ആയാലും എല്ലാം കൊണ്ടും ഒരു കിടിലൻ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ആയാലും എല്ലാം കൊണ്ടൊരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മഞ്ഞുമ്മൽ ബോയ്സ് സമ്മാനിച്ചത്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മുടെ ആടുജീവിതം, പൃഥ്വിരാജ് സുകുമാരൻ ബ്ലസ്സി കൂട്ടുകെട്ടിൽ വന്ന AR റഹ്മാൻ മ്യൂസിക് ചെയ്ത ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികളിൽ മിക്കവരും വായിച്ചിട്ടുള്ള നോവലാണ് ആടുജീവിതം. അപ്പോൾ ഗോഡ് ലൈഫ് എന്ന സിനിമയാകുമ്പോഴത്തേക്കും അവർ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു ഇമാജിനേഷൻ ഉണ്ടാവുമല്ലോ. അതിൽക്കും മുകളിൽ സിനിമ ചെയ്താൽ മാത്രമേ ആ ഒരു എന്താ പറയുക സാറ്റിസ്ഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഒരാളുടെയും ഇമാജിനേഷന് മുകളിലേക്ക് ഒരു സംഭവം നമ്മുടെ മുന്നിൽ കാണിച്ചു തരിക എന്നുള്ളത് വളരെ കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ്. ആ ഒരു ഇമാജിനേഷന് മുകളിലായി എന്നുള്ളതല്ല, എന്നാലും ആടുജീവിതം എന്ന സിനിമ നമുക്ക് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഗോഡ് ലൈഫ് എന്ന സിനിമ എനിക്ക് പേഴ്സണലി നൽകിയത് കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. AR റഹ്മാൻ്റെ ഒരു വണ്ടർഫുൾ കംബാക്ക് ആയിരുന്നു ആടുജീവിതം എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും പാട്ടുകളായാലും എല്ലാം കിടിലനായിരുന്നു. അതേപോലെ തന്നെ ബ്ലസ്സി എന്ന ഡയറക്ടറുടെ ഒരു കിടുക്കാച്ചി മേക്കിംഗ്, പിന്നെ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ രാജുവേട്ടൻ്റെ ആ ഒരു ഹാർഡ് വർക്ക് നമുക്ക് ഒരിക്കലും കണ്ടില്ല എന്ന് അറിയിക്കാൻ പറ്റത്തില്ല. വേറെ ലെവലുടെ ആ ഒരു മറ്റേ ഡ്രസ്സൊക്കെ ഊരിയിട്ടുള്ള ഒരു സീനുണ്ടല്ലോ, പുള്ളി എടുത്തിട്ടുള്ള ആ ഒരു ഹാർഡ് വർക്ക് എത്രത്തോളമാണെന്ന് നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിച്ചു. എന്തായാലും എല്ലാം കൊണ്ടും ഒരു കിടുക്കാച്ചി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ആടുജീവിതം നൽകിയിട്ടുള്ളത്. അത് ബോക്സ് ഓഫീസ് ബേസ് ആണെങ്കിലും നോക്കി കഴിഞ്ഞാൽ ഒരു ക്ലാസിക് പടം, നമുക്കൊരു കൊമേഴ്ഷ്യൽ പടമായിട്ട് ആടുജീവിതത്തെ കണക്കാക്കാൻ പറ്റത്തില്ല. ഒരു ക്ലാസിക് പടമായിട്ട് വന്നിട്ടും 150 കോടിക്ക് മുകളിൽ ഈ ഒരു പടം നേടിയെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു മൈൽ സ്റ്റോൺ തന്നെയാണ്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു ക്ലാസ് പടം വെച്ച് അത്രയും കളക്ഷനൊക്കെ നേടാൻ പറ്റുമോ എന്നുള്ളതും വലിയൊരു ചോദ്യചിഹ്നമാണ്. എന്തായാലും ഇതൊക്കെ സംഭവിച്ചത് ഈ ഒരു സിനിമ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ സംഭവിച്ചത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും കിടിലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ആടുജീവിതം. അതേപോലെ തന്നെയാണ് ആവേശം ഞാനൊരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അതായത് ഒരു വലിയ കൂട്ടം ഓഡിയൻസിൻ്റെ ഇടയ്ക്കിരുന്ന് കാണാനായിട്ട് ഒരു കിടുക്കാച്ചി പടമായിരുന്നു ആവേശം. നമുക്ക് എന്താ പറയുക, ആഘോഷിച്ച് തിമിർത്ത് കാണാൻ പറ്റിയ ഒരു കിടിലൻ പടം. ആ ഒരു രീതിയിൽ ആവേശം എനിക്കൊരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നൽകിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ, ഇത് പറയുമ്പോഴത്തേക്കും ചിലർക്കൊക്കെ ഇഷ്ടപ്പെടില്ലായിരിക്കും. പക്ഷേ പേഴ്സണലി എനിക്ക് ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ പടമാണ് മലൈക്കോട്ടെ വാലിബൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ലതുപോലെ എൻജോയ് ചെയ്താണ് പടം കണ്ടത്. അതായത് നിങ്ങൾ ഈ പറയുന്ന കണക്ക് എനിക്കും തോന്നിയായിരുന്നു ഈ ഒരു സിനിമ ഒരു കൊമേഴ്ഷ്യൽ അപ്രോച്ചിൽ നല്ലൊരു ബാഹുബലി ലെവലിൽ ഒരു കൊമേഴ്ഷ്യൽ പടമായിട്ട് എടുത്തിരുന്നെങ്കിൽ അതൊരു വൺ സംഭവമായിരുന്നു. ശരിക്കും അത് ഞാൻ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പം സിനിമ ഇരിക്കുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടും ഞാൻ നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരിയിൽ നിന്ന് ബാഹുബലിയൊന്നും പ്രതീക്ഷിച്ചില്ല. സിനിമ കാണാൻ കയറിയപ്പോഴും ഞാൻ ഒട്ടും പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ ഒരു വലിയൊരു പടം, എന്താ പറയുന്നത്, ഒരു ബാഹുബലി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ പടം പ്രതീക്ഷിച്ചല്ല ഞാൻ തിയേറ്ററിൽ കയറിയത്. എനിക്ക് ലിജോ ജോസ് പല്ലിശ്ശേരി ഏത് തരത്തിലായിരിക്കും പടം എടുത്ത് വെച്ചിട്ടുള്ളത്, ഇതുവരെ എടുത്ത് വെച്ചിട്ടുള്ളത് എന്നൊരു ബോധ്യം ഉണ്ടായിരുന്നു. എന്തായാലും സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഏത് തരത്തിലാണ് ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന ഡയറക്ടർ എടുത്ത് വയ്ക്കുക എന്നുള്ള കാര്യത്തിൽ മാത്രമായിരുന്നു സംശയം. എന്തായാലും ഞാനത് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത പടമാണ്. അതിൻ്റെ ഫ്രെയിംസ് ആയാലും ലാലേട്ടൻ ഒരുപാട് നാൾക്ക് ശേഷം ലാലേട്ടൻ്റെ ആക്ടിങ്ങിൽ ഒരു ഈസിനെസ് ഫീൽ ചെയ്തത് മലൈക്കോട്ടെ വാലിബനിലായിരുന്നു. വാലിബനായിട്ട് പടത്തെക്കുറിച്ച് പല രീതിയിലുള്ള അഭിപ്രായം വന്നാലും വാലിബനായിട്ടുള്ള ലാലേട്ടൻ്റെ അഭിനയത്തെക്കുറിച്ചിട്ട് പല രീതിയിലുള്ള അഭിപ്രായം വരാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് വാലിബൻ. അത്
ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ശൈലിയിൽ എടുത്തു വച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ വാലിബൻ എന്നുള്ളത് ഒരു വലിയൊരു കൊമേഴ്ഷ്യൽ പടമായിട്ട് എടുക്കാവുന്നതായിരുന്ന ഒരു പടമാണ്. അതിനകത്തൊരു ചെറിയ നിരാശയുണ്ട്. എന്നാലും ഇപ്പോൾ ഉള്ള മലൈക്കോട്ടെ വാലിബൻ എനിക്കൊരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതായത് ഒരുപാട് കിഡിലൻ ഫ്രെയിംസ് ആണ് ലിജോ ജോസ് പല്ലിശ്ശേരി ഈ ഒരു വാലിബനിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് കണക്ക് ആർട്ട് വർക്കുകൾ പൊളിയടെ. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ട് ഏതെങ്കിലും ആർട്ട് വർക്കുകൾ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നിയോ? അത് കണക്ക് ഫ്രെയിംസുകൾ മോശമായിട്ട് തോന്നിയോ? മോഹൻലാലിൻ്റെ അഭിനയം മോശമായിട്ട് തോന്നിയോ? ഇതൊക്കെ കിടിലനാണ്. പക്ഷെ ഓവർ എക്സ്പെക്ടേഷൻ ദോഷമാണെന്ന് നമ്മളെ പഠിപ്പിച്ച മറ്റൊരു സിനിമയാണ് വാലിബൻ. ഓക്കെ, അപ്പം എന്തായാലും എനിക്ക് ഒരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു മലൈക്കോട്ടെ വാലിബൻ സംബന്ധിച്ചത്. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും അതൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് കൂട്ടായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയണമല്ലോ. പിന്നെ ഭ്രമയുഗം, അതൊരു ഒന്നൊന്നര പടമായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം ലെവൽ പെർഫോമൻസ്. രാക്ഷസ നടികർ എന്നൊക്കെ പറഞ്ഞ് മാസമായിട്ട് നമ്മൾ പറയത്തില്ലേ, ശരിക്കും അത് പ്രൂവ് ചെയ്യുന്ന കണക്കെ ഒരു പെർഫോമൻസ് ആയിരുന്നു പ്രമേഹത്തിൽ മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തിൽ നമ്മളൊരു കൊമേഴ്ഷ്യൽ പടം കാണുന്ന രീതിയിൽ തന്നെ, ഇപ്പോഴത്തെ കാലത്തെ കളർ പടങ്ങളിൽ അത്രയും കൊമേഴ്ഷ്യൽ പടം കാണുന്ന രീതിയിൽ തന്നെ അത്രയും ആകാംക്ഷയോടെ ഞാൻ മുഴുവൻ കണ്ടു തീർത്ത പടമാണ് പ്രമേഹം എന്ന് പറയുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയ്ക്കും ഒരു ഭംഗിയുണ്ടെന്ന് തെളിയിച്ച സിനിമയാണ് പ്രമേഹം. അതിന്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിംസും അതിനകത്ത് മമ്മൂക്കയുടെ പെർഫോമൻസും, മമ്മൂക്കയുടെ മാത്രമല്ല സിദ്ധാർത്ഥ് ഭരതന്റെ ആയാലും അർജുൻ അശോകന്റെ ആയാലും ആ ഒരു പെർഫോമൻസ് ഒക്കെ ആ ഒരു സിനിമയിൽ വൻ പൊളിയായിരുന്നു. അതേപോലെ തന്നെ ആ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കിടിലനായിരുന്നു. സിനിമയുടെ ആർട്ട് വർക്കുകൾ എല്ലാം പൊളിയായിരുന്നു. ആ ഒരു രീതിയിൽ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ സിനിമയാണ് ഭ്രമയുഗം. പിന്നെ എനിക്ക് നൽകിയിട്ടുള്ളത് 2 റീ റിലീസ് പടങ്ങൾ, അതായത് ദേവദൂതൻ, മണിച്ചിത്രത്താഴ്. 2 കിടിലൻ, അതായത് എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റാതെ പോയ സിനിമകൾ ഫുൾ ഹൗസിലിരുന്ന് ഞാൻ കണ്ടത്. അത് കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ 2 സിനിമകളും എനിക്ക് സമ്മാനിച്ചത്, അതായത് ദേവദൂതനും മണിച്ചിത്രത്താഴ്. പിന്നെ ഈ ഒരു വർഷം അവസാനം ഇറങ്ങി ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ മാർക്കോ, അതൊരു ഒന്നൊന്നര പടവിടെ. അതായത് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ആക്ഷൻ പടം എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പടം, അതാണ് മാർക്കോ. അതിനകത്ത് ഇന്ത്യൻ സിനിമയിലെ മോസ്റ്റ് വയലന്റ് പടം എന്ന് നമുക്ക് പറയാമെങ്കിൽ ആ വയലൻസും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ പോലും അതിനകത്ത് ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ ഉണ്ടല്ലോ, പൊളി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പൊളിയാണ്. അതായത് മാർക്കോയുടെ ഇൻട്രൊഡക്ഷൻ ഫൈറ്റ്, ഇതേപോലെ ഒരു ഇൻട്രോ ഒരു മലയാളം യൂത്ത് നടന്ന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് വൻ പൊളിയായിരുന്നു. ഇന്റർവൽ ഫൈറ്റ് സീൻ ആയാലും സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി ഒരു ഒറ്റ ഷോട്ടിൽ ചിത്രീകരിച്ചത് പോലെയാണ്. അത് അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആണെങ്കിൽ ഒരു ഒന്നൊന്നര പൊളി, അതൊരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതേപോലെ ക്ലൈമാക്സ്, ഇതൊക്കെ കൂടി ഒരു വൻ പൊളി. അതിനിടയ്ക്കൊക്കെ ചില സാധനങ്ങളുണ്ട്, അതൊക്കെ പറഞ്ഞ് സ്പോയിലറായി പോകും. ഒന്നൊന്നര പൊളിയാണ്, പൊളി. മാർക്കോ എന്ന സിനിമ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തന്നത്. ഇതൊക്കെയാണ് എനിക്ക് 2024 കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ സിനിമകൾ. അപ്പം നിങ്ങളുടെയും കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.